ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടാൽ ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല. അതിൻ്റെ കൂടെ നല്ല പൊടിയൊക്കെ ആയിട്ട് ആ ചെമ്മീൻ്റെ പുറത്തിങ്ങനെ മുരുമുരാന്നിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ കണ്ടാലോ, ആഹാ, നമ്മളറിയാതെ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറും. അങ്ങനെ ഒരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. മസ്റ്റ് ട്രൈ ഐറ്റമാണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മാരിനേഷൻ കൊടുത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് എന്നിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പം പൊടിയായിട്ട് ചിരണ്ടിയ തേങ്ങയാണ്. നമ്മൾ ഇത് മിക്സിയിലൊന്നും അടിക്കണ്ട, അല്ലെങ്കിൽ നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ചീനിച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 ചെറിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് 2-3 കൂടെ ചേർത്ത് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ചെമ്മീൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ നമ്മൾ ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാക്കി എണ്ണ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആഹാ, പൊളിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.